വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രോഡ് അലേർട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ടാവും. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും വന്നിട്ട് ഫസ്റ്റ് ക്രൈയുടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, മോഡലിങ്ങിൻ്റെ ഒരു കാസ്റ്റിംഗ് കോൾ പോലത്തെ ഒരു സംഭവം നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് ആക്ച്വലി ഒരു ഫ്രോഡ് കോളാണ്. എല്ലാമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നിലവിൽ ഫസ്റ്റ് ക്രൈയുടെ നമ്മൾ അതിൻ്റെ തന്നെ എന്താ പറയുക പേജസിൽ പോയി നോക്കിയാൽ അറിയാം, നിലവിൽ അവർ ഒരു തരത്തിലുള്ള കാസ്റ്റിംഗ് കോളുകളും വിളിച്ചിട്ടില്ല. അപ്പോൾ അതൊരു ഫ്രോഡ് കോളാണ്. പിന്നെ അതുപോലെ തന്നെ അവർ നമുക്ക് ഫോം ഫില്ല് ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുമ്പം അതിനകത്ത് അവർ പറയുന്നുണ്ട് ഒരു 5500 രൂപ. അത് പലർക്കും ചിലപ്പോൾ പല എമൗണ്ട് ആയിരിക്കും കേട്ടോ, എനിക്കറിയില്ല. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 5500 രൂപ എന്നാണ്. 5500 രൂപ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അതുവരെ നമുക്കൊരു ഡൗട്ട് തോന്നുന്ന രീതിയിലല്ല അവരെല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു, ഡീറ്റെയിൽസ് പറയുന്നു, മെയിൽ ID ചോദിക്കുന്നു, മെയിൽ അയക്കുന്നു. അവരൊരു എന്താ പറയുക പ്രോപ്പർ വേ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അതുവരെയുള്ള സ്റ്റെപ്പുകൾ ചെയ്യുന്നത്. പക്ഷെ അതിന് ശേഷമുള്ള സ്റ്റെപ്പുകൾ അവരങ്ങനെയല്ല ചെയ്യുന്നത്. അവർ നമുക്ക് വാട്സപ്പിലാണ് മെസ്സേജ് അയക്കുന്നത്. അത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒഫീഷ്യലായിട്ടുള്ള മിക്ക കാര്യങ്ങളും നമുക്ക് മെയിൽ വഴിയാണ് നമുക്ക് വരിക. അതല്ലെങ്കിൽ അവർ നേരിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. വാട്സപ്പിലൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അക്കൗണ്ട് വഴി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമോ എന്നുള്ളത് സംശയിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലായിട്ട് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിനുശേഷം അവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം 5500 രൂപ ചോദിക്കുന്നുണ്ട് അതിനകത്ത്. അതായത് അവരൊരു വലിയ ലിസ്റ്റാണ് അയക്കുന്നത്. അത് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ 5500 രൂപ ചോദിക്കുന്നുണ്ട്. അതവർ ചോദിക്കുന്നത് നമ്മൾ ഷൂട്ടിന് ചെല്ലും എന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ആ പൈസ എന്നും, അതുപോലെ തന്നെ നമ്മളുടെ കോസ്റ്റ്യൂമിൻ്റെ പൈസ എന്നുള്ള രീതിക്കും ആണ് അവർ പറയുന്നത്. അതുപോലെ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള 3-4 ഷൂട്ടുകൾ, വർഷത്തിലൊരു 8 മുതൽ 12 ഷൂട്ട്സ് ഉണ്ടാവും എന്നവർ പറയുന്നുണ്ട്. ഒരു ഷൂട്ടിന് 8000 മുതൽ 11000 രൂപ വരെ നമുക്ക് എന്താ പറയുക പേയ്മെൻറ്റ് കിട്ടും എന്നവർ പറയുന്നുണ്ട്. അതുപോലെ പിന്നെ അവർ ഉറപ്പ് തരുന്നൊരു കാര്യമാണ് ഫാമിലി ഫോട്ടോ. അവർ അതിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്കൊരു ഫാമിലി ഫോട്ടോ ഷൂട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് തന്നെ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി ഒരു ഫ്രോഡ് മെസ്സേജാണ്. ഒരുപാട് അമ്മമാർ ഇതുപോലെ അയച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, മിക്കവാറും. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിൽ കൊടുത്തിട്ടിട്ട് ഇതുപോലെ പൈസ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് ശരിയായിരിക്കും, നമ്മൾ ചെല്ലുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും, ചെന്നില്ലെങ്കിലോ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ച് കൊടുക്കുന്ന ആളുകളുണ്ട്. സ്റ്റിൽ ഉണ്ട് അങ്ങനത്തെ ആളുകൾ. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇത് പാരാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഡെഫിനറ്റ്ലി ആരും ഇതിൽ പോയി ചാടാതിരിക്കുക. നിങ്ങൾക്കറിയാവുന്ന മാക്സിമം ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എസ്പെഷ്യലി ഇതുപോലെ പാരൻസിൻ്റെ അടുത്തേക്ക് ഡെഫിനറ്റ്ലി ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരെയും അറിയിക്കുക. പിന്നെ ഡെഫിനറ്റ്ലി നമുക്കിതുപോലൊരു കോള് വരുമോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ മെയിൽ ത്രൂ ആണ് കോൺടാക്റ്റ് ചെയ്യുക. ഇവരും ഫസ്റ്റൊക്കെ മെയിൽ അയച്ചിട്ടുണ്ട്. പക്ഷേ പേയ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മെയിൽ അയച്ചതിന് ശേഷം നമ്മുടെ കുട്ടി ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കുകയാണ് ചെയ്യുക. നമ്മൾ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ വിളിക്കും. നമുക്കൊരു ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ട് ഒരു മെയിൽ വരും. അതിനുശേഷം നമ്മളെ കോൺടാക്റ്റ് ചെയ്യും അവർ. ആ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഏജൻസി എവിടെയാണോ ഉള്ളത്, എവിടെയാണോ അത് സ്ഥിതി ചെയ്യുന്നത്, ഫസ്റ്റ് ക്രൈക്കൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ മെയിൻലി ഈ കിഡ്സിൻ്റെ മോഡലിംഗ് കമ്പനി ഏജൻസീസ് ഒക്കെ ഉണ്ട്. അവരായിരിക്കും കൂടുതൽ കാസ്റ്റിംഗ് കോൾസൊക്കെ വിളിക്കാറ് സാധാരണ. അപ്പോൾ അവരുടെ ഏജൻസി എവിടെയാണോ അവിടെ ചെന്നതിന് ശേഷം ഡെഫിനറ്റ്ലി നമ്മുടെ അടുത്തൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പറയും. അല്ലാതെ നമ്മുടെ അടുത്ത് ആരും കാശ് ചോദിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുവാണ്, ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ബാക്കി നോയ്സ് ഉണ്ട് കേട്ടോ, ഒന്ന് ഇഗ്നോർ ചെയ്യണേ. ബാക്കി എല്ലാ കാര്യങ്ങളിലും, അതായത് ഇതുപോലെ തന്നെ നമ്മളൊരു ജോലിക്ക് വിളിച്ചാൽ, അല്ലെങ്കിൽ വലിയവരുടെ കാസ്റ്റിംഗ് കോൾ വിളിക്കുമ്പോൾ, അതുപോലെ മിക്ക കാര്യങ്ങളിലും
ഫ്രോഡ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ SBIയുടെ ഒരു ഫ്രോഡ് പരിപാടി വരുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ട് ബ്ലോക്കായി, ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്കായി, നിങ്ങൾ ഈ ലിങ്കിൽ കയറണം, അല്ലെങ്കിൽ ഇത് ഈ ലിങ്കിൽ കൂടെ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. മാക്സിമം അൺനോൺ നമ്പറുകളിൽ നിന്നുള്ള മെസ്സേജുകൾ ഓപ്പണേ ചെയ്യാണ്ടിരിക്കാം. ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, മനസ്സിലായില്ലേ, നമ്മൾ വിളിക്കും. അതല്ലാത്ത പക്ഷം അൺനോൺ നമ്പറുകളിൽ നിന്നുള്ള മെസ്സേജുകൾ അവോയ്ഡ് ചെയ്യുക മാക്സിമം. ലിങ്കുകളിൽ കയറേ ചെയ്യരുത്. അത് കാരണം നമുക്ക് ഒറിജിനൽ ലിങ്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ നമുക്ക് അത്രയും ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രം, അത്രയും നമുക്ക് ഓക്കെ ജെനുവിനാണെന്ന് വിശ്വസിക്കാൻ പാകത്തിന് അത്രയും ഷുവറായതിന് ശേഷം മാത്രമാണ് ഒരു ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഈവൻ നമ്മുടെ ഫ്രണ്ട്സ് അയച്ചു തരുന്ന ലിങ്ക് ആണെങ്കിൽ പോലും അത് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്തിട്ട് വേണം അത് ഓപ്പൺ ചെയ്യാൻ. ചില ലിങ്കുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം പേജസ് നോട്ട് അവൈലബിൾ അല്ലെങ്കിൽ എറർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അത് മാത്രമേ കാണിക്കൂ, അതിൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതൊക്കെ ഫ്രോഡ്സ് ആണ്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മെയിൻലി നമ്മളൊരു കാര്യം ഇപ്പോൾ മോഡലിംഗ് പോലുള്ള സംഭവങ്ങളൊക്കെ വിളിക്കുമ്പോൾ അങ്ങോട്ട് കയറി കാശ് കൊടുത്ത് നമ്മൾ കയറേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. അത് അങ്ങനെ ഒരു 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 പാറ്റേൺ ഒരു ഏജൻസിയിലും ഇല്ല. എനിക്ക് അതുവരെ ഡൗട്ട് ഉണ്ടായിരുന്നില്ല. ഇവനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വന്ന ആ ഒരു ടൈം മുതൽ, അത് വാട്സപ്പ് ത്രൂ ആണ് മെസ്സേജ് വന്നത്, അവിടെ നിന്ന് തുടങ്ങി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പേയ്മെൻറ്റിൻ്റെ കാര്യം കൂടി വായിച്ചു കഴിഞ്ഞപ്പോൾ അത് കൺഫേം ആയി. ദെൻ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം പാക്ക് അടിച്ച് വരികയാണ് ചെയ്തത്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.